പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ആമേനെ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വന്നാൽ, പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശൂന്യതകളും മാറിപ്പോകും. എന്നെ ഇന്ന് കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ജീവിതത്തിൽ ശൂന്യത അനുഭവപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവ് നിങ്ങളോട് പറയാം, നിങ്ങളുടെ ശൂന്യതകളെ മാറ്റുന്ന ഒരുവൻ ഇന്ന് രാവിലെ സമയത്ത് നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് കടന്നു വരികയാണ്. എത്ര വലിയ ശൂന്യതയുണ്ടെങ്കിലും, ജീവിതത്തിൽ എത്ര ഭാരങ്ങൾ ഉണ്ടെങ്കിലും, അതിനെയൊക്കെ മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ യേശു മാത്രമാണ്. എത്ര കഴിയത്തില്ലെന്ന് പറയുന്ന പ്രശ്നമാണെങ്കിലും ഒരിക്കലും സാധ്യമല്ല എന്ന് മനുഷ്യനും ലോകവും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ബന്ധുമിത്രാദികളും അടുത്തുള്ളവരും ചർച്ചക്കാരും ഒക്കെ പറഞ്ഞാലും, ഈ ലോകം മുഴുവൻ പറഞ്ഞാലും ഒരിക്കലും സാധിക്കത്തില്ല, നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ആ കാര്യങ്ങളെ സാധിപ്പിക്കുവാൻ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ വചനത്തെ കേൾക്കുമ്പോൾ, ഇന്ന് രാവിലെ തന്നെ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകളെ ദൈവമായിട്ട് മാറ്റാൻ പോവുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് രാവിലെ സമയത്ത് നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോവുക. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഹൃദ്യമായി നിങ്ങളോട് ഇടപെടാൻ പോവുക. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലേക്ക് ആ സമയത്തെ വേർതിരിക്കാം. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഞാൻ ഈ വായിച്ച വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം മാത്രം എടുത്ത് അല്പസമയം നിങ്ങളോട് വചനത്തിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ച ഭാഗത്തിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. അപ്പോ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു നിറവിൽ ഒരു വ്യക്തി ആയാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ഒരു വിശ്വാസി, ഒരു യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? വെറുതെ കുറച്ച് സമയം അന്യഭാഷ പറയാനും, അല്ലെങ്കിൽ ഒരു ആരാധനയ്ക്കിടയിൽ അവസാനമായിട്ട് അഭിഷേകത്തോടെ അന്യഭാഷയിൽ ആരാധിക്കാനും മാത്രമാണോ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കേണ്ട ആവശ്യം എന്താണ്? അതിനപ്പുറത്തും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ പരിശുദ്ധാത്മാവാണ് നമ്മോട് സംസാരിക്കാറുള്ളത്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിൽ കൂടെ, ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ പല ദൈവദാസന്മാരിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ട് നമ്മളോട് ആലോചന പറയാറുണ്ട്. നമ്മൾ വളരെ വിഷമിച്ചിരിക്കുമ്പോഴും വളരെ ദുഃഖിച്ച് ഭവനത്തിലായിരിക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ മറ്റൊരാളെ കണ്ടുമുട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിയിൽ കൂടെ സംസാരിക്കുന്നത് നമ്മൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ ആ വ്യക്തി പറയുമ്പോൾ നമ്മൾ പറയും, അയ്യോ, ഇതെന്റെ ജീവിതത്തിലെ അനുഭവമാണല്ലോ, എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോയതേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞത് എന്റെ അനുഭവമാണെന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നമ്മോട് ഡയറക്റ്റ് അല്ലെങ്കിലും മറ്റൊരു വ്യക്തിയിൽ കൂടെ സംസാരിക്കാറുണ്ട്. ചിലപ്പോ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നത്തിൽ കൂടെ, അല്ലെങ്കിൽ രോഗത്തിൽ കൂടെ, ബുദ്ധിമുട്ടിൽ കൂടെ പോകുന്ന ഒരു വ്യക്തി ഒരു ആരാധനയിൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ യാദൃശ്ചികമായിട്ട് ചെല്ലുമ്പോൾ, ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളോ അദ്ദേഹം പോകുന്ന സിറ്റുവേഷൻ ഒന്നും അറിയാത്ത ഒരു ദൈവദാസനായിരിക്കും ഒരുപക്ഷെ അവിടെ ശുശ്രൂഷിക്കുന്നത്. ആ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ അവിടെ നിന്ന് വചനത്തിൽ കൂടെ സംസാരിക്കുന്ന സമയത്ത് ഈ വ്യക്തിയോട് വ്യക്തമായി സംസാരിക്കുന്ന അനുഭവം അവർക്ക് തോന്നാറുണ്ട്. എന്റെ ജീവിതമാണല്ലോ അവർ പറയുന്നത്. അപ്പൊ വളരെ ഡൗൺ ആയിട്ട് വന്നിട്ട്, വളരെ നിരാശയോടെ വന്നിരിക്കുന്ന വ്യക്തി വളരെ സന്തോഷത്തോടെ, ബലത്തോടെ പോകുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഒത്തിരി സമയത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി നിരാശയിൽ കൂടെയും ഒത്തിരി വിഷമത്തിൽ കൂടെയും ബുദ്ധിമുട്ടിൽ കൂടെയൊക്കെ പോയ സമയത്ത് ഇതുപോലെ ചില മീറ്റിങ്ങുകളിൽ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ തന്നെ ആ മെസ്സേജ് പറയുന്ന ദൈവദാസനിൽ കൂടെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ പരിശുദ്ധാത്മാവ് നമ്മളോട് മറ്റൊരു വ്യക്തികൾ കൂടെ സംസാരിക്കാറുണ്ടെന്നുള്ളത് നമുക്ക് വാസ്തവമായിട്ട് അറിയാം, എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന കാര്യമാണ്.
പരിശുദ്ധാത്മാവ് ഒരു മിഥ്യയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് യഥാർത്ഥമായിട്ട് അറിയുവാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഞാൻ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒത്തിരി തവണ എനിക്ക് സംശയം വന്നിട്ടുണ്ട്. കാരണം അഭിഷേകത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണോ, അന്യഭാഷയിൽ ഇങ്ങനെ പറയുന്ന ഒരേ കാര്യങ്ങളൊക്കെ പറയുന്നു, ഇതൊക്കെ ഉണ്ടാക്കി പറയുന്നതാണോ എന്നൊക്കെയുള്ള ചിന്ത എന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ അത് എന്റെ അനുഭവത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അല്ല, ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ വെറുതെ പറയുന്നതല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ കൺട്രോള്, നമ്മുടെ നാവിന്റെ കൺട്രോള്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ കൺട്രോൾ നമ്മളിൽ നിന്ന് പോയിട്ട് അന്യഭാഷയിൽ നാം വളരെ ശക്തമായി സംസാരിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. ഇത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അറിയാം. അനുഭവിക്കാത്തവർക്ക് അതിനെ ചിലപ്പോൾ വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും തൊടട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഭവിച്ചറിയുമ്പോഴേ നമുക്കത് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വൈദ്യുതി ഉണ്ട്. വൈദ്യുതി നമ്മളൊരു സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തുന്നത് നമുക്ക് കാണാറുണ്ട്. ബൾബ് കത്തുമ്പോൾ കാഴ്ചയും നമുക്ക് കാണാം. പക്ഷെ അതിനകത്തൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയെ നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ എപ്പോഴാണോ നമുക്കൊരു ഷോക്ക് ഏൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു ശക്തി അതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കണ്ടു മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ട്. പരിശുദ്ധാത്മാവിനെ ആളത്വമായിട്ട് കാണുന്നവരുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ വ്യക്തിത്വമായി കാണുന്നവരുണ്ട്. എന്നാൽ ആത്മാവിൽ ആരാധിക്കുന്ന സമയത്ത്, ചർച്ചിലൊക്കെ ഇരുന്ന് ആരാധിക്കുന്ന സമയത്ത് നമ്മുടെ ആ പ്രസൻസിനെ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാറുമുണ്ട്. അപ്പോ അങ്ങനെ നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ആ എക്സ്പീരിയൻസ് ചെയ്യാത്തവർ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിൽ കൂടെ പോകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളെ ബ്ലസ് ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ചിന്തയുടെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ വായിച്ച ഭാഗം ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ആ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം നമുക്ക് ശക്തി ലഭിക്കും. ആ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ ആ വ്യക്തിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എന്താണ്, ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ എന്തിനാണ് അതിനകത്ത് വലിയ പ്രാധാന്യമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അല്പസമയം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, യേശു തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ന് പറയുന്നത് യേശു തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിന് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് യേശു അവരോട് പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയും: അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ, നിങ്ങൾ അവിടെ നിന്ന് പോകാതെ, എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ ഒരു വാഗ്ദത്തത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, കർത്താവ് ഇവിടെ നിന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം താൻ സ്വർഗത്തിലേക്ക് മടങ്ങി പോവുകയാണ്. മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്റെ ഇവിടുത്തെ ശുശ്രൂഷ തികച്ചതിന് ശേഷം ശിഷ്യന്മാരെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവരൊരു ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ്. കാരണം കർത്താവ് ഇവിടുന്ന് പോകുന്നു. ഇനി ശിഷ്യന്മാരാണ് ഇവിടെ കർത്താവ് ചെയ്ത ശുശ്രൂഷയുടെ ബാക്കി പത്രങ്ങൾ, ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ശിഷ്യന്മാരാണ്. സുവിശേഷം അറിയിക്കേണ്ടതും പിശാചിന്റെ കൂടിനകത്ത് കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരേണ്ടതും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്യേണ്ടത് ശിഷ്യന്മാരാണ്. അപ്പോ ഈ ശിഷ്യന്മാരോട് പറയുക, കർത്താവിന്റെ കൂടെ 3.5 വർഷം നടന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്റെ കൂടെ 3.5 വർഷം ഉണ്ട്, എന്റെ കൂടെ നടന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. പക്ഷെ നിങ്ങൾ ആ എക്സ്പീരിയൻസുമായിട്ട്, നിങ്ങൾ കണ്ടതും കേട്ടതുമായിട്ട് നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണം? നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്നിൽ കൂടെ കേട്ട ഒരു വാഗ്ദത്തമുണ്ട്. പിതാവ് നിങ്ങൾക്ക് തന്നൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തെ, ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വലിയൊരു ദൗത്യം അവർക്ക് കൊടുക്കുന്നതിന് മുമ്പായി, ഒരു ദൗത്യം അവരെ ചെയ്യാൻ ഏൽപ്പിക്കുന്നതിന് മുമ്പായി യേശു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പോ അത് പരിശുദ്ധാത്മാവ് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഒരു മിനിസ്ട്രിക്ക്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതിന്റെ കാരണം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത നമുക്ക് ഇവിടെ യേശു ക്രിസ്തുവിന്റെ
വാക്കുകൾ കൂടെ നമുക്ക് മനസ്സിലാകാൻ ഇടയാകും. അപ്പോസ്തലന്മാരെ ശുശ്രൂഷയ്ക്ക് വിടുന്നതിന് മുമ്പായിട്ട് അവരെ എൻകറേജ് ചെയ്യുകയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പോ നമുക്ക് അവിടെ തന്നെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു അതിന്റെ ഇമ്പോർട്ടൻസ് കർത്താവിൽ കൂടെ തന്നെ, യേശുവിന്റെ വായിൽ കൂടെ തന്നെ നമുക്ക് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോ എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ യേശു യോഹന്നാന്റെ സുവിശേഷത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ആ ഭാഗം കൂടെ ഒന്ന് വായിച്ച് ഞാൻ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോ യേശു പറയുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ ഇങ്ങോട്ട് വരത്തില്ല. അപ്പോ നമുക്ക് ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, യേശുക്രിസ്തു ഇവിടുന്ന് മടങ്ങി പോവുകയാണ്. മടങ്ങിപ്പോയതിനു ശേഷം ഇവിടുത്തെ ശുശ്രൂഷകൾ, ഇവിടുത്തെ ഇനിയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ഒരാളെ അവിടുന്ന് ഇങ്ങോട്ട് അയക്കുന്നു. അതാണ് കാര്യസ്ഥൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോ നമുക്ക് യേശുക്രിസ്തു സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. പ്രയോജനം എന്തുകൊണ്ടാണ്? പ്രയോജനം മറ്റൊന്നുമല്ല, കാര്യസ്ഥൻ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ്. കാര്യസ്ഥൻ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെ എന്തൊക്കെ കാര്യത്തിൽ നിങ്ങളെ എന്തൊക്കെ അത് ഗൈഡ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ ആ വ്യക്തിക്ക് ആദ്യം ഉണ്ടാകുന്നത് പാപബോധമാണ്. താൻ ചെയ്തിരിക്കുന്ന തെറ്റുകളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും തന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെക്കുറിച്ചൊക്കെ തനിക്കൊരു പാപബോധം ഉണ്ടാകും. പാപബോധം ഉണ്ടായി കുത്തുകൊണ്ട് താൻ ദൈവത്തോട് അതെല്ലാം ഏറ്റുപറഞ്ഞ് ആ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആദ്യം ഒരു വ്യക്തിയെ ചേഞ്ച് ചെയ്യും. രണ്ടാമത് സംഭവിക്കുന്ന ഒരു കാര്യം അതിനകത്ത് കാണുവാൻ കഴിയും, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. അപ്പം നീതിയോടെയുള്ള ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യാൻ തുടങ്ങും. പിന്നീട് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുക്കും. അപ്പോ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ ആ വ്യക്തിക്ക് സംഭവിക്കുന്നത് സമൂലമായ മാറ്റമാണ്. ഒരാൾ യേശുവിനെ സ്വീകരിച്ചാൽ, ഒരാൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, അദ്ദേഹം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും എല്ലാം ബോധ്യം വരികയാണ്. അപ്പൊ പാപത്തെക്കുറിച്ച് ബോധം വരുമ്പോൾ അത് ഏറ്റു പറയാനിടയാകും. താൻ തെറ്റ് ചെയ്യാതിരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. നീതിയിൽ നടക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ബോധ്യം കൊടുക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് അവിടെ നടത്തുന്നതായിട്ട് കാണുവാൻ കഴിയും. അതുപോലെ ഒരു വാക്യം കൂടി ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ആ വാക്യം വായിക്കാൻ കാരണം പരിശുദ്ധാത്മാവ് വന്നാൽ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ആ കാര്യം കൂടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഭാഗം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പോ ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതെ ഒരു ആത്മീയ മനുഷ്യനായിട്ട് നടത്താൻ നമ്മെ സഹായിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പല പ്രാവശ്യം കർത്താവിനോട് നിരപ്പ് പ്രാപിച്ചിട്ടും അതിനെ വീണ്ടും കറക്റ്റ് ചെയ്യാൻ കഴിയാതെ വീണ്ടും പാപത്തിന്റെ അനുഭവത്തിലേക്ക് പോകുന്ന ആരെങ്കിലും എന്നെ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെ പോകണം എന്നുള്ള ഗൈഡൻസിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ നിങ്ങളെ ഫലമേൽപ്പിച്ചാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതെ, ജഡത്തിന്റെ അഭിലാഷത്തിനനുസരിച്ച് പോകാതെ നിങ്ങളെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ടി നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. അപ്പൊ നമുക്ക് ഈ ഭാഗം നമുക്ക് മനസ്സിലായി, ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് സംഭവിക്കും? പാപബോധം ഉണ്ടാകും. നീതിയിൽ നടക്കാൻ, സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും. ജഡത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ അനുവദിക്കത്തില്ല. അതുപോലെ തന്നെ
എന്താ പറയുക, ന്യായവിധിയെ കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് അവിടെ നടക്കുന്നത്. അപ്പോ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ വ്യക്തമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി, കാൽവറി നമ്മുടെ സകല മനുഷ്യന്റെയും, ലോകത്തിലെ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവറിയിൽ യാഗമായി മാറിയത്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ യേശുവിന്റെ യേശുവിൽ കൂടിയുള്ള രക്ഷയെ സ്വീകരിക്കുവാൻ ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ യേശു കാൽവറിയിൽ സകല മനുഷ്യന്റെയും പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. അപ്പോൾ പാപിയായിട്ട് പാപത്തിന്റെ അനുഭവത്തിനകത്ത് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാപത്തിന് വേണ്ടി നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. നിങ്ങൾ മല ചവിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പദ്ധതികളൊന്നും ആവിഷ്കരിക്കേണ്ട. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി, നിങ്ങൾക്കൊരു രക്ഷ കൈവന്നിട്ടുണ്ട്. അപ്പോൾ യേശുവിന്റെ കാൽവറി മരണത്തിൽ കൂടെ സകല മാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരം വന്നിരിക്കുക. അപ്പോ ഒരാൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രക്ഷിക്കപ്പെടുക എന്നാണ് നാം സാധാരണ പറയാറുള്ളത്, അല്ലെ? രക്ഷിക്കപ്പെടുക, ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറയും. പക്ഷെ എന്റെ ഒരു ചോദ്യം ഇതാണ്, യേശുക്രിസ്തുവിനെ ഒരാൾ വിശ്വസിക്കുമ്പോൾ, രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ കേവലം രക്ഷിക്കപ്പെടുക മാത്രമാണോ ചെയ്യുന്നത്? അത് മാത്രമാണോ കാൽവറിയിൽ കൂടെ, യാഗത്തിൽ കൂടെ സാധ്യമായത്? ഞാൻ നിങ്ങളോട് പറയാം, കേവലം രക്ഷ മാത്രമല്ല കാൽവറിയുടെ യാഗത്തിൽ കൂടെ ഒരു മാനവകുലത്തിന് ലഭിച്ചത്. കാരണം ആദിമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ആരംഭത്തിൽ ആദമിനും ഹവ്വായും സൃഷ്ടിച്ച സമയത്ത് അവർക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത്, ആ കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ ആണ് കാൽവറിയിലെ മരണത്തിൽ കൂടെ യേശു വീണ്ടും റെസ്റ്റോർ ചെയ്തെടുത്തത്. അതായത് ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വമാർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ അവർ അനുഭവിച്ചിരുന്നു. അവർക്ക് തേജസ്കരണം ഉണ്ടായിരുന്നു, ദൈവവുമായിട്ട് അവർ സംസാരിക്കുന്നവരായിരുന്നു. അതായത് ഡെയിലി ദൈവത്തിന്റെ വോയിസ് അവർ കേൾക്കുന്നവരായിരുന്നു. കർത്താവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ ദൈവവുമായിട്ട് ഒരുമിച്ച് നടക്കുന്നവരായിരുന്നു. ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചവരായിരുന്നു. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം ഏദൻ തോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു. അവർക്കൊന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. എല്ലാ കാര്യത്തിലും എപ്പോഴും ദൈവത്തിന്റെ കരുതൽ ഉണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി അവർ വീണ് കിടക്കുന്നവരല്ലായിരുന്നു, അവർ വാഴുന്നവരായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഭൂമിയിലൊക്കെ നിങ്ങൾ വാഴുവാനാണ് പറഞ്ഞു. അപ്പോ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ നോക്കുമ്പോൾ സകല മനുഷ്യനും വീണ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. രോഗത്തിന്റെ മുമ്പിലും പ്രതികൂലത്തിന്റെ മുമ്പിലും പ്രതിസന്ധിയുടെ മുമ്പിലും ഒക്കെ വീണ് കിടക്കുന്ന അനുഭവമാണ് മനുഷ്യന്റെ ജീവിതത്തിലുള്ളത്. എന്നാൽ ആദം ഹവ്വമാരെ സൃഷ്ടിച്ചപ്പോൾ അവർ വീണ് കിടക്കുന്നവരല്ലായിരുന്നു, അവർ അധികാരമുള്ളവരായിരുന്നു. അവർ സകലത്തോടും കൽപ്പിക്കുകയും സകലത്തിന്റെ അധികാരം അവരുടെ മേലുണ്ടായിരുന്നു, അതോറിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം കൊടുത്തു. അപ്പോ ദൈവവുമായിട്ടുള്ള സംസാരം, ഈവനിങ് ടൈമിൽ ദൈവം വരുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. ദൈവവുമായിട്ട് ഡയറക്റ്റ് അവർക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൻ മകൻ ബന്ധം പോലെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനും പുത്രിയുമായിരുന്നു ആദം ഹവ്വമാർ. അപ്പോ അവർ പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത് ഇതെല്ലാമാണ്. അവരുടെ തേജസ് നഷ്ടപ്പെട്ടു, ദൈവവുമായിട്ടുള്ള സഹവർത്തിത്വം നഷ്ടപ്പെട്ടു, ദൈവവുമായിട്ടുള്ള സംസാരം, ഹിയറിംഗ് ഗോഡ്സ് വോയിസ്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിൽ നിന്നും അവർ വിലക്കപ്പെട്ട പോലെയായി. ഇങ്ങനെ അവർക്ക് ഉണ്ടായിരുന്ന ഒത്തിരി പ്രിവിലേജസ് ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. അപ്പോ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ കൂടെ റെസ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോ ഒരു മനുഷ്യൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ എന്തൊക്കെയാണോ ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വമാർക്ക് നഷ്ടപ്പെട്ടത്, അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഒരു റെസ്റ്റോറേഷൻ അവിടെ വീണ്ടും മനുഷ്യനിലേക്ക് തിരികെ വരികയാണ്. അത് യേശുക്രിസ്തുവിൽ കൂടെ സാധ്യമാവുക. ഒന്നാമത്തെ മനുഷ്യന്റെ അനുസരണക്കേട് മുഖാന്തരം പാപവും മരണവും ലോകത്തിൽ വന്നെങ്കിൽ, രണ്ടാം ആദമായ യേശുക്രിസ്തുവിന്റെ അനുസരണത്തോടു കൂടെ നമുക്ക് നിത്യജീവനും നമുക്ക് മകൻ എന്നുള്ള പദവിയും ദൈവത്തോടുള്ള സഹവർത്തിത്വവും ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള നടിച്ചുവരും എല്ലാം ഇടിക്കപ്പെട്ടു അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. അപ്പോ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം മറ്റൊന്നുമല്ല. അപ്പൊ ഒരു കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ ആണ് ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരാൾ വിശ്വാസിയാകുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു വിശ്വാസിയാകുന്ന വ്യക്തി ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ സിമ്പിളായിട്ട് ജീവിച്ചു പോകാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ പിശാച് എങ്ങനെയൊക്കെ നമ്മളെ തെറ്റിക്കാൻ നോക്കും.
ഏതൊക്കെ രീതിയിൽ നമ്മളെ തകർത്ത് കളയാൻ നോക്കും? പല രീതിയിൽ നമ്മളെ തകർത്ത് കളയാനും ഉടച്ചു കളയാനും നമ്മളെ പാപത്തിൽ പെടുത്താനും നമ്മുടെ ജീവിതത്തെ ശിഥിലമാക്കി കളയാൻ പിശാച് പല തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കാൻ വചനം പറയുന്നുണ്ട്. അപ്പോ പിശാച് നമ്മളെ തെറ്റിക്കാൻ ശ്രമിക്കും. ഏതെങ്കിലും രീതിയിൽ നമ്മളെ തകർത്ത് കളയാൻ പിശാച് ശ്രമിക്കും. അപ്പോ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നുള്ളത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇവിടെ വിശ്വാസികളായിട്ടുള്ളവർക്കെല്ലാം അറിയാം, പല രീതിയിൽ പലരും ഒത്തിരി ട്രൈ ചെയ്യാറുണ്ട്, ട്രൈ ചെയ്ത് പരാജയപ്പെട്ട ഒത്തിരി പേരുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോ ഒരു വ്യക്തി വിശ്വാസിയായി കഴിഞ്ഞാൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, ആ വ്യക്തിക്ക് വിജയകരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് കൂടിയേ തീരുകയുള്ളൂ. ഇന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയകരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, ഒരു മെഷീൻ വർക്ക് ചെയ്യാനായിട്ട്, നന്നായിട്ട് വർക്ക് ചെയ്യാൻ അതിനകത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഓയിൽ അല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ ഓയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. എന്തിനാ? അത് സ്റ്റക്കായി പോകാതെ അത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ നല്ല രീതിയിൽ, നല്ല സ്മൂത്ത് ആയിട്ട്, നമുക്ക് നല്ല രീതിയിൽ, ഒരു ക്ലേശകരമല്ലാത്ത രീതിയിൽ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജയകരമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമ്മളെ ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് കൂടിയേ തീരുകയുള്ളൂ. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപബോധം ഉണ്ടാകും. അപ്പോൾ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ടുവരും. അപ്പോൾ തെറ്റ് ചെയ്യാൻ ചെയ്യുമ്പോൾ തന്നെ തന്റെ മനസാക്ഷി പറയും, നീ തെറ്റാണ് ചെയ്യുന്നത്, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കാൻ തുടങ്ങും. പാപം ചെയ്തു പോയാൽ കുറ്റബോധം കൊടുക്കും, അത് അനുദപിക്കാനിടയാകും, കരഞ്ഞ ദൈവത്തോട് മാപ്പ് പറയും, വീണ്ടും മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഇല്ലെങ്കിൽ അവർ എത്ര പ്രാവശ്യം വചനം വായിച്ചാലും, എത്ര നാൾ വചനത്തിൽ എത്ര ആഴത്തിൽ പഠിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് വളരെ വിജയകരമായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. വചനം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. വചനം നമ്മൾക്ക് ആവശ്യത്തിന് നമ്മൾ ഭക്ഷിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് അതേപോലെ തന്നെ എത്രയും ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ പാപബോധം കൊടുക്കും, ഒരു വ്യക്തിക്ക് പാപബോധം കൊടുക്കും. അദ്ദേഹത്തെ സകല സത്യത്തിലും, സത്യത്തിന്റെ പാത അവർക്ക് പരിശുദ്ധാത്മാവ് ഉപദേശിച്ചു കൊടുക്കാൻ തുടങ്ങും. അതായത് പോകേണ്ടുന്ന വഴി പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കും. അത് നമ്മൾ തെറ്റായ മാർഗത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, അത് നീതിയല്ല, നീ ഇന്ന വഴിക്ക് പോകണം, നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് ആ കാര്യത്തിൽ ഗൈഡൻസ് തരുവാൻ ഇടയായിത്തീരും. അപ്പോ ജഡത്തിന്റെ അഭിലാഷത്തിന് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാതെ ആത്മാവിനെ നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, അതാണ് ഗലാത്യ ലേഖനം 5-16 വാക്യം വായിച്ചത്. ആ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, അപ്പോ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല. അപ്പൊ ജഡത്തിന്റെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും നിവർത്തിക്കാതെ ഒരു മനുഷ്യനെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുവാനായിട്ട് നടത്തുന്ന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ആ ഭാഗത്തെ വേഗം കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ പിശാച് ശ്രമിക്കുന്ന ഒരു വിശ്വാസിയുടെ അടുത്ത് പിശാച് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ പാപം ചെയ്യിക്കാനല്ല ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വിശ്വാസിയെ തകർത്ത് കളയാൻ പിശാച് പദ്ധതി ഇടുമ്പോൾ നിങ്ങളെ പെട്ടെന്ന് ഒരു പാപത്തിൽ കൊണ്ട് അകപ്പെടുത്തുവോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റൊരു രീതിയിൽ തകർക്കാനല്ല ആദ്യം ശ്രമിക്കുന്നത്. പിശാച് ആദ്യം ശ്രമിക്കുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളെ മാറ്റുവാനാണ് ആദ്യം പിശാച് ശ്രമിക്കുന്നത്. കാരണം പിശാചിനറിയാം, ഒരു വ്യക്തി പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിനകത്തു നിന്ന് പുറത്തു വന്നാൽ, ആ ബന്ധം കട്ട് ഓഫ് ആയാൽ ആ വ്യക്തിയെ തകർത്ത് കളയാൻ വളരെ ഈസിയാണ്. ഇന്ന് പ്രഭാതത്തിൽ പലരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ആ മിസ്റ്റേക്കുകളെയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ ആ വ്യക്തിയെ തകർത്ത് കളയാൻ ഭയങ്കര സിമ്പിളാണ്. പിശാചിന് ഏറ്റവും എളുപ്പമാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ വളരെ സംശയ ദൃഷ്ടിയോടെ പെന്തക്കോസ്
ജനങ്ങൾ, പെന്തക്കോസ്തിലെ വിശ്വാസികൾ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ബ്രദറൻ സഭ വിശ്വാസികളെ ഞാൻ മാനിക്കുന്ന വ്യക്തിയാണ്. ഞാൻ അവരെ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എന്നാൽ തന്നെ ഞാൻ പറയുന്നു, ബ്രദറൻ ആശയം പെന്തക്കോസ്ത് ഗോളത്തിനകത്ത് ഏറ്റവും കൂടുതൽ അലതല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. മറ്റൊന്നുമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ പെന്തക്കോസ്തിനകത്ത് പരിശുദ്ധാത്മാവിനെ ഏറ്റവും കൂടുതൽ അധികമായിട്ട് സഭകൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വേണം, പരിശുദ്ധാത്മാവിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് ഒരു കാലഘട്ടത്തിലെ അപ്പച്ചന്മാരും അല്ലെങ്കിൽ പ്രായമുള്ളവരും എല്ലാം അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്ന പെന്തക്കോസ്തിന്റെ തലമുറ ഇന്ന് അതൊക്കെ മാറിയിട്ട് പരിശുദ്ധാത്മാവിനെ വേണ്ട എന്നുള്ള തലത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. വചനം മാത്രം മതി, പരിശുദ്ധാത്മാവിന്റെ തലങ്ങളൊന്നും വേണ്ട, അന്യഭാഷ വേണ്ട, അഭിഷേകം വേണ്ട, ആത്മാവിലുള്ള ആരാധന വേണ്ട, എല്ലാത്തിനെയും സംശയത്തോടെ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് ഒരു ദോഷം പറഞ്ഞാൽ, എന്നെക്കുറിച്ച് ഒരു ദൂഷണം പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു ദൂഷണം പറഞ്ഞാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിങ്ങളോട് ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുക, പരിശുദ്ധാത്മാവിനെതിരായിട്ട് നിങ്ങൾ ഒരു വാക്ക് പറയാൻ നിങ്ങൾ തുനിയരുത്. ഒരുപക്ഷെ ഒരു ദേവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ ഒരു രോഗസൗഖ്യം നടന്നെങ്കിൽ, ഒരാൾ പ്രവചിച്ചെങ്കിൽ, നമുക്കറിയത്തില്ല ആ വ്യക്തിയിൽ കൂടെ പരിശുദ്ധാത്മാവാണോ പ്രവചിച്ചത്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ കൂടെ പരിശുദ്ധാത്മാവാണോ രോഗസൗഖ്യം ചെയ്തതെന്ന് നമുക്ക് നോക്കിക്കാണാൻ അറിയത്തില്ല. നിങ്ങൾ ആ വ്യക്തിയെ വിധിക്കാൻ നിൽക്കണ്ട. വചനം പറയുന്നത് നിങ്ങൾ മറ്റൊരാളെ വിധിക്കണ്ട. നിങ്ങൾ വിധിച്ചാലുള്ള പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ശാപം കയറി വരാനിടയാകും. പരിശുദ്ധാത്മാവിനെതിരായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ശാപം കയറി വരും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പകരം ശാപം കയറി വരാനിടയാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങൾ ആത്മാവിൽ ഫലങ്ങളെയും നിങ്ങൾ ആത്മീയ നന്മകളെയും അനുഗ്രഹങ്ങളെയും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആരെയും കുറ്റം പറയാൻ നിൽക്കണ്ട. നിങ്ങൾ വീഴാതെ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ അവൻ ഇനി വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ വചനത്തിലും പരിശുദ്ധാത്മാവിലും നിങ്ങൾ വളർന്നു വരാനാണ് ശ്രമിക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ പറയാൻ കാരണം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ പലരും പല രീതിയിൽ ബൈബിളിനകത്തൂടെ, വചനത്തിൽ കൂടെ പല രീതിയിൽ പറഞ്ഞ് വചനത്തെ അവനവന് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് അതിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അതിനെ തെളിയിക്കാൻ മറ്റു പല ഗ്രന്ഥങ്ങളും മറ്റു പല പുസ്തകങ്ങളും എല്ലാം കൊണ്ടുവന്നു പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് ജനത്തിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ ഒരു സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആദിമ സഭയ്ക്ക് അല്ലെങ്കിൽ യേശു ശിഷ്യന്മാരെ ഒരു ദൗത്യത്തിന് അയക്കുന്നതിന് മുമ്പ് പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നാണ്. പരിശുദ്ധാത്മാവില്ലാതെ അവരെ ഒരു മിഷന് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി ദൈവം അയച്ചില്ല. അവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മാളിക മുറിയിൽ പ്രാപിച്ചതിന് ശേഷം മാത്രമാണ് സുവിശേഷത്തിന്റെ ജ്വാലയുമായി, സുവിശേഷത്തിന്റെ അഗ്നിയുമായി, സുവിശേഷവുമായിട്ട് അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും അവർ സുവിശേഷത്തെ എത്തിക്കുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ബുദ്ധി ഉപദേശിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ത്യജിക്കുന്നവരായി തീരരുത്. അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവർത്തികൾ നമുക്ക് വായിക്കുമ്പോൾ കഴിയും, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് നാം വായിക്കുമ്പോൾ തന്നെ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ. അപ്പോസ്തലന്മാരിൽ കൂടെ പരിശുദ്ധാത്മാവാണ് അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് വചനത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നത്തെ കാലത്ത് മാറ്റിവെക്കേണ്ട കാര്യമില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസ് ആദിമ സഭ പിതാക്കന്മാർ മനസ്സിലാക്കിയത് കൊണ്ട് അവർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. അവരിൽ കൂടെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അനേക രോഗികൾ സൗഖ്യമായി. അവർ പ്രവചിച്ചു. അവർ ഒരു പിശാചിനാൽ ബാധിക്കപ്പെട്ട ഏരിയയിൽ അല്ലെങ്കിൽ പിശാചിന്റെ കൂടാരത്തിനകത്ത് കയറി ചെന്നാലും അവനകത്ത് ഭയങ്കര അഭിഷേകത്തോടെ നിന്നപ്പോൾ അനേക എഫെസസ് പോലെയുള്ള മണ്ണുകൾ അവൻ യേശുവിനെ അറിയാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷ ചെയ്തതിന്റെ ഇമ്പോർട്ടൻസ് അപ്പോസ്തലന്മാർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അനേക രാജ്യങ്ങളെ കീഴടക്കി. അപ്പോസ്തലനായ പൗലോസ് എത്രയോ രാജ്യങ്ങളെയാണ് കീഴടക്കിയത്, എത്രയോ ജാതികളെ യേശുവിന് വേണ്ടി നേടിയെടുക്കാനിടയായി തീർന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുഴുവൻ പരിശുദ്ധാത്മാവായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എനിക്ക് നിങ്ങളോട് ഇതേ പറയാനുള്ളൂ. അപ്പോസ്തല പ്രവർത്തിക്ക് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എഫെസോസിന്റെ മണ്ണിൽ എത്തുമ്പോൾ പൗലോസ് അവിടുത്തെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ?
അവർ പൗലോസ് അപ്പോസ്തലൻ പുതിയതായിട്ട് ചില വ്യക്തികളെ കാണുമ്പോൾ ആദ്യം അവരോട് ചോദിക്കുന്ന ചോദ്യം, വിശേഷം ചോദിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അപ്പോൾ പരിശുദ്ധാത്മാവ് അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ നമ്മുടെ ആരാധനയുടെ കൂട്ടത്തിലോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഒരു പാട്ടിന്റെ അവസാനത്തിൽ 2 പ്രാവശ്യം അന്യഭാഷ പറഞ്ഞ് നിർത്താനുള്ളതല്ല പരിശുദ്ധാത്മാവ്. അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കൂടുമ്പോൾ മാത്രം നമ്മുടെ കൂടെ വേണ്ടിയതല്ല പരിശുദ്ധാത്മാവ്. കാരണം വചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, എന്നിൽ വസിപ്പിൻ. യേശു പറയുന്ന ഒരു കാര്യമാണ്, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോ നാം യേശുവിൽ വസിക്കണം. വസിക്കാൻ പറഞ്ഞത് വിസിറ്റ് ചെയ്യാനല്ല പറഞ്ഞത്, വസിക്കാനാ പറഞ്ഞത്. അപ്പൊ വസിക്കണമെങ്കിൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായേ പറ്റുകയുള്ളൂ. അതുപോലെ ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പെന്തക്കോസ്തിനകത്താണ് ജനിച്ചു വളർന്നത്. അപ്പോ എനിക്കറിയാൻ കഴിയും, ഞാൻ ഓർക്കും, എന്റെ ഓർമ്മയുടെ മണ്ഡലത്തിലുണ്ട് പഴയ കാലത്ത് അപ്പച്ചന്മാരും ഞങ്ങളുടെ പണ്ടത്തെ സഭകളിലൊക്കെ ആരാധിക്കുന്നത് കാത്തിരിപ്പ് യോഗങ്ങൾ. രാത്രി മുഴുവൻ അവർ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ മാറിപ്പോയി. അന്നത്തെ സമയത്ത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്, എത്ര രോഗങ്ങൾ സൗഖ്യമായി. എന്റെ അമ്മ വളരെ രോഗത്താൽ ഭാരപ്പെട്ടു, മരണം വിധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. 36 വർഷം മുമ്പ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വിധി എഴുതി, അടുത്ത ദിവസം 2 ദിവസത്തിനകം അമ്മ മരിച്ചു പോകുമെന്ന് വിധി എഴുതി. ആ ട്രീറ്റ്മെന്റ് എല്ലാം നിർത്തി. കാരണം അവർക്ക് ഇനി ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനില്ലായിരുന്നു. വാൽവിന് തകരാറുണ്ടായി, വാൽവിന് സുഷിരമായിരുന്നു. അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുമ്പോൾ അന്നത്തെ ദൈവദാസന്മാർ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതകരം എന്ന് പറയട്ടെ, ദൈവം പൂർണ്ണ സൗഖ്യത്തെ കൊടുക്കുവാനിടയായി തീർന്നു. വീണ്ടും 36 വർഷത്തോളം അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ആയുസിനെ ദൈവം നീട്ടിക്കൊടുക്കുവാനിടയായി. അപ്പോ അന്നത്തെ കാലത്ത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഒരാൾ രോഗിയായി ഭാരപ്പെട്ടാൽ അപ്പോഴെ സഭ ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അത് രോഗത്തിനകത്തുനിന്ന് സൗഖ്യം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇന്നൊരാൾ രോഗത്തിനകത്തുനിന്ന് സൗഖ്യം വന്നു കഴിഞ്ഞാൽ ആ സൗഖ്യത്തെ വചനം കൊണ്ട് വിവേചിക്കാനും, അല്ലെങ്കിൽ ആ സൗഖ്യം യഥാർത്ഥമാണോ, യേശുവിൽ നിന്ന് വന്നതാണോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അതിനെ ചികഞ്ഞു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് സംശയ ദൃഷ്ടിയോടെ നോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ നിങ്ങൾ സംശയത്തോടെ വീക്ഷിക്കരുത്. പരിശുദ്ധാത്മാവിൽ കൂടെ അത്ഭുത സൗഖ്യം നടക്കുമ്പോൾ, അത്ഭുതകരമായിട്ടുള്ള പ്രവചന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ അത് മറ്റൊരാത്മാവിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ദുഷിക്കാനിടയാകരുത്. ഇനി മറ്റൊരാത്മാവിലാണെങ്കിൽ ഓക്കെ, അത് പോകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങൾ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ ദൈവദാസൻ, ആ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ പരിശുദ്ധാത്മാവിലാണ് ആ സൗഖ്യം നടത്തിയതെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ വാക്ക് നിമിത്തം ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിങ്ങളോട് ദൈവം ക്ഷമിക്കത്തില്ല. നിങ്ങൾ എന്തിനാണ് വലിയൊരു കുറ്റകൃത്യത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നത്? വലിയൊരു കുറ്റം ചെയ്യാനായിട്ട് നിങ്ങൾ എന്തിനാ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നത്? ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി ദേവദാസന്മാർ പല രീതിയിൽ പോസ്റ്റുകൾ ഇടാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്. ഈവൻ PG വർഗീസ് അങ്കിളിനെ പോലെയുള്ള അത്രയും ശ്രേഷ്ഠന്മാരായ അഭിഷിക്തന്മാർ ലോകത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മണ്ണിൽ സുവിശേഷം എത്താത്ത സ്ഥലത്ത്, ഒരു വ്യക്തിയും സുവിശേഷം പറയാത്ത മണലാരണ്യങ്ങളിലും ആരും പോകാത്ത സ്ഥലങ്ങളിലും അത്രയും കഠിനതയോടുകൂടെ ഒന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും ഇല്ലാതെ, ഭക്ഷണമില്ലാതെ, വീട്ടിലൊന്നും ഇല്ലാതെ തകർന്ന് തരിപ്പണമായി സുവിശേഷം ചെയ്ത വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ദൈവദാസന്മാരെ പോലും ഇന്നത്തെ ചെറിയ തലമുറ പോലും വളരെ വിദ്വേഷകരമായിട്ടുള്ള രീതിയിൽ കമന്റ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ കാണാറുണ്ട്. വളരെ വിഷമം തോന്നാറുണ്ട്. നമുക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത് അങ്ങനെയുള്ള ദൈവദാസന്മാരെ കറക്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അവരെ വളരെ മോശകരമായിട്ടുള്ള കമന്റ് വഴി അവരെ തേജോവധം ചെയ്യാനും എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? അവരത്രയും മിനിസ്റ്റർ ചെയ്തവരല്ലേ. അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുക. നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണ്ട, നിങ്ങൾ പബ്ലിക് ആയിട്ട് ഒരു കമന്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ PG വർഗീസ് അങ്കിൾ അല്ലെങ്കിൽ അതുപോലെ നിൽക്കുന്ന ഒരു അഭിഷിക്തൻ അദ്ദേഹം ചെയ്ത ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് തോന്നി, നിങ്ങൾക്കൊരു തെറ്റ് തോന്നി, അത് സ്വാഭാവികം. നിങ്ങൾക്കൊരു സംശയം തോന്നി, ഞാൻ അത് അംഗീകരിക്കുന്നു. നിങ്ങൾ അതിനെ ഫേസ്ബുക്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ തേജോവധം ചെയ്യാതെ നിങ്ങൾക്ക് ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാമല്ലോ. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടു, അതിന്റെ കാരണം എന്താണ്? ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്യാൻ കാര്യം? നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാമല്ലോ. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗം വിട്ടുകളയുക. വെറുതെ എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഒരു ശാപത്തെ കൊണ്ടുവരുന്നത്? ആ വ്യക്തി
പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് ആ ശുശ്രൂഷ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ ഒരു തലത്തിൽ വെളിപ്പെട്ട് കാണത്തില്ല. പക്ഷെ ആ ഒരു വ്യക്തിയുടെ മേൽ അങ്ങനെ ഒരു തലത്തിൽ അഭിഷേകത്തിന്റെ തലം വെളിപ്പെട്ട് കാണുമായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൽ കൂടെയുള്ള ശുശ്രൂഷ നിങ്ങൾക്ക് സംശയം ജനിപ്പിക്കുന്നതായി തോന്നാൻ കാരണം നിങ്ങൾ അങ്ങനെ ഒരു ശുശ്രൂഷയിൽ കൂടെ പോകാത്തത് കൊണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ടോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു കൃപാവരം പ്രാപിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് മറ്റൊരാൾ ചെയ്യുമ്പോൾ അദ്ദേഹം പരിശുദ്ധാത്മാവിലാ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ കുറ്റം പറയുമ്പോൾ, അദ്ദേഹത്തിനെതിരായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ ആ വ്യക്തിക്കെതിരായിട്ടല്ല നിങ്ങൾ സംസാരിക്കുന്നത്, ആ വ്യക്തിക്കെതിരായിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ പേന ചലിപ്പിക്കുന്നത്, ആ വ്യക്തിക്കെതിരായിട്ടല്ല നിങ്ങൾ കമന്റ് ചെയ്യുന്നത്, മറിച്ച് ആ വ്യക്തിയിൽ കൂടെ ചെയ്ത പരിശുദ്ധാത്മാവിനെതിരായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രനെതിരായിട്ട് സംസാരിക്കുന്ന കാര്യത്തെ നിങ്ങളോട് ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിനോട് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന ദൂഷണങ്ങൾ അത് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് ഞാനിന്ന് നിങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരായിട്ട് ഒരു വാക്ക് സംസാരിക്കരുത്. കാരണം നിങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കും. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളെപ്പോലെ തന്നെ ഒരു പേഴ്സൺ ആണ്. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ട്. ഞാൻ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു കമന്റ് പറഞ്ഞാൽ, നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിന് വേദനയുണ്ടാകും, ദുഃഖമുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് വേദന ഉണ്ടാകുന്നത് കൊണ്ടാണ് വചനത്തിൽ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന് ഫീലിംഗ് ഉണ്ട്. നിങ്ങൾ സന്തോഷിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങളെ ഗൈഡ് ചെയ്യും. അതേസമയത്ത് നിങ്ങൾ ദുഃഖിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനിടയാകും. അപ്പോൾ അത് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരിക്കലും യോജിച്ചതല്ല. അത് പിശാചിന്റെ തന്ത്രമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ബ്രദറൻ ആശയം, ബ്രദറൻ ചിന്താഗതിയുള്ള ഒത്തിരി ദൈവദാസന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവർ അത് ചെയ്തോട്ടെ, അവർ ആ കാര്യങ്ങൾ ചെയ്തോട്ടെ. നിങ്ങൾ അതിന് കുടപിടിക്കാൻ നിൽക്കരുത്, നിങ്ങൾ അതിന് കമന്റ് ചെയ്യാൻ നിൽക്കരുത്, നിങ്ങൾ അതിന് കൈയടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ കൈയടിക്കുമ്പോൾ നിങ്ങളുടെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് വിള്ളൽ വീഴുക. പിശാച് അതിനുവേണ്ടിയാണ് നോക്കി നിൽക്കുന്നത്. നിങ്ങളൊരു കമന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിനെതിരായിട്ട് നിങ്ങളൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ പിശാച് നിങ്ങളെ കൈകൊട്ടി, നിങ്ങളെ ക്ലാപ്പ് ചെയ്ത് നിങ്ങളെ എൻകറേജ് ചെയ്യും. ചിലപ്പോൾ മറ്റു വ്യക്തികൾ എൻകറേജ് ചെയ്യും, കൊള്ളാം, നീ കമന്റ് ചെയ്ത് ഞാൻ കണ്ടു, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഇനി നീ അതുപോലെ തന്നെ ചെയ്യണം, നമുക്ക് മറ്റേ ആൾക്കൂടെ കൊടുത്തേക്കാം, ഇന്ന ആൾക്കൂടെ വെച്ച് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് നമ്മളെ ചിലപ്പോൾ എൻകറേജ് ചെയ്യും. ഓർത്തോണം, അത് പിശാചിന്റെ ആലോചനയാണ്. ആ വ്യക്തിയിൽ കൂടെ നിന്നോട് സംസാരിക്കുന്നത് പിശാചാണെന്ന് ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കിക്കോണം. നമ്മൾ അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് മാറും. പരിശുദ്ധാത്മാവ് മാറിയാൽ ഇത് നോക്കി നിൽക്കുകയാണ് പിശാച് നിന്നെ തകർത്ത് കളയാൻ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് വചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് സന്തോഷവുമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് സന്തോഷമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ദുഃഖിപ്പിക്കാൻ കഴിയുമെന്ന് വചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാനും കഴിയും. ആമേൻ, ഹല്ലേലൂയ. അതെങ്ങനെ കഴിയും? പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ, ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച്, പരിശുദ്ധാത്മാവെ എന്നെ നടത്തണമേ എന്നും രാവിലെ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനോടൊന്ന് സംസാരിച്ച് നോക്കിക്കേ. മനുഷ്യനോട് സംസാരിക്കുന്നതിന് മുമ്പായിട്ട്, നിങ്ങളുടെ വീട്ടിലുള്ള ബന്ധുമിത്രാദികളോട് സംസാരിക്കുന്നതിന് മുമ്പായിട്ട്, പരിശുദ്ധാത്മാവെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എന്നെ അങ്ങയുടെ കരത്തിൽ സമർപ്പിക്കുന്നു. എന്നെ ഇന്ന് നീ സന്തോഷകരമായിട്ട് നടത്തണമേ. എന്റെ ജീവിതം ഇന്ന് സന്തോഷമുള്ളതായി തീരുന്നതിനായി സ്തോത്രം. എന്നെ ഇന്ന് നടത്താൻ പോകുന്നതിനായി സ്തോത്രം. എന്റെ ജീവിതത്തിനകത്ത് പരാജയങ്ങളെ നീ എടുത്തു മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. എന്നെ ഇന്ന് ജയകരമായിട്ട് ഒരു ജീവിതത്തിനകത്തേക്ക് നീ നടത്താൻ പോകുന്നതിനായി സ്തോത്രം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. രാവിലെ എഴുന്നേറ്റ് ഒന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചേ. പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച് തുടങ്ങി നോക്കിക്കേ. നിങ്ങൾ അന്നത്തെ ലൈഫ് ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എവിടെ ചെന്നാലും പരാജയം അനുഭവിക്കത്തില്ല. നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുവാനിടയായിത്തീരും. നിങ്ങളെ കാണുന്നവർ പറയും, എന്തോ ഒരു വ്യത്യാസം ഇന്ന് നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങളുടെ മുഖത്തൊരു ചേഞ്ച് കാണുന്നു, നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു വ്യത്യാസമുണ്ട്, നിങ്ങൾ സംസാരിക്കുന്ന എന്റെ കാര്യമാണല്ലോ. എന്നോട് ഒത്തിരി പേർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം, പരിശുദ്ധാത്മാവേ നല്ല പ്രഭാതത്തിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ നീ എനിക്ക് കൃപ ചെയ്തല്ലോ.
കർത്താവ് ഇന്നത്തെ എന്റെ വഴികളെ നീ നടത്തണമേ. ഇന്ന് ഇപ്പൊ ഈ പ്രഭാതത്തിലെ നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നത്, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് പറ, കർത്താവ് പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഐ ലവ് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ കാണാത്ത മണ്ഡലത്തിൽ നിങ്ങൾക്കെതിരായിട്ട് വരുന്ന കാര്യങ്ങളെ പിശാച് ഒരുക്കിക്കൊണ്ട് വരുന്ന ആയുധങ്ങളെയൊക്കെ പരിശുദ്ധാത്മാവ് തകർത്ത് കളയാൻ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കാണാത്ത മണ്ഡലത്തിൽ ഒത്തിരി ആയുധങ്ങൾ പിശാച് ഒരുക്കി വെക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് പരിശുദ്ധാത്മാവിനെ ആക്കി നോക്കിക്കേ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങൾ സംസാരിക്കാറില്ലേ? നിങ്ങൾ നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന് പറയും, എടാ എനിക്ക് ഇന്നപോലെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മൾ പറയാറില്ലേ? സുഹൃത്തുക്കളോട് സംസാരിക്കാറില്ല. പക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ്, പരിശുദ്ധാത്മാവെ ഞാൻ ഇന്ന പ്രശ്നത്തിലായിരിക്കുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ. നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് ഒരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര ഓർഡർ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്വർഗീയ പിതാവ് നല്ല സമയത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഓർഡറിലുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതനോട് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിയേ, പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, എനിക്ക് നിന്റെ കൂടെ നടക്കണം, നീ എന്നെ നടത്തണം, നീ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട, എന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ സക്സസ്ഫുൾ ആയിട്ട് നടത്തണം, ഇന്നൊരു പാപവും ഒരു തെറ്റും എന്റെ ജീവിതത്തിൽ വരാതെ നീ എന്നെ ഗൈഡ് ചെയ്യണം. അത് പറഞ്ഞു നോക്കിക്കേ. അന്നത്തെ ജീവിതം എത്ര സന്തോഷകരമായിരിക്കും എന്നറിയാമോ? എത്ര സക്സസ്ഫുൾ ആയിരിക്കും എന്നറിയാമോ? ഇന്നു മുതൽ നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ നടക്കുന്ന കാണുവാൻ കഴിയും. കാരണം പരിശുദ്ധാത്മാവ് ഒരിക്കലും നിങ്ങളെ ചതിക്കത്തില്ല, പരിശുദ്ധാത്മാവ് ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആഴത്തിലേക്ക് വരുമ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയ പുതിയ വെളിപ്പാടുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തുടങ്ങും. ഡിവൈൻ ഐഡിയാസ് നിങ്ങൾക്ക് തരാൻ തുടങ്ങും. നിങ്ങൾ പക്ഷേ ബിസിനസ്സിൽ പരാജയപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, കുടുംബജീവിതത്തിനകത്ത് സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ മൂവ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കാം, വിദ്യാഭ്യാസത്തിൽ അടുത്ത ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് അറിയാത്തൊരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ മക്കൾക്ക് വേണ്ടി അടുത്തൊരു കോഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യണം, അവരെ ഫ്യൂച്ചറിൽ എന്തിനേക്ക് പറഞ്ഞു വിടണം എന്ന് നിങ്ങൾ അറിയാൻ വയ്യാതെ നിങ്ങൾ വളരെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് സംസാരിച്ചു നോക്കിയേ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഡിവൈൻ ഐഡിയാസ് തന്ന് നിങ്ങളെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നടത്തും. നിങ്ങൾ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ, ഒരു മനുഷ്യനോട് ചോദിച്ചാൽ, അവരുടെ പരിമിതമായിട്ടുള്ള അറിവുകൾക്കിടയിൽ അവർ തരുന്ന അഡ്വൈസ്, ഡിസിഷൻ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ അതൊരിക്കലും തെറ്റിപ്പോകത്തില്ല. അവൻ സകലത്തെയും അറിയുന്ന ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിനകത്തുനിന്ന് നിങ്ങൾ പുറത്തു പോകരുത്. കാരണം പിശാച് നിങ്ങളെ നോക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങളെ കിട്ടിയാൽ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നിങ്ങളെ പുറത്ത് കിട്ടിയാൽ പിശാച് നിങ്ങളെ അറ്റാക്കും. അതുകൊണ്ടാണ് നിങ്ങൾ തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ പോകുമ്പോൾ, പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധത്തിനകത്തുനിന്ന് പോയി കഴിയുമ്പോൾ, നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് യോഗത്തിന് ചെല്ലുമ്പോൾ ദൈവദാസന്മാരിൽ കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. കാരണം നിങ്ങളുമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് മറ്റു ദൈവദാസന്മാരിൽ കൂടെ സംസാരിക്കാൻ തുടങ്ങും. ഇപ്പോൾ എന്നിൽ കൂടെ നിങ്ങളോട് സംസാരിക്കുക പരിശുദ്ധാത്മാവ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല സംസാരിക്കുന്നത്. കാരണം ഞാൻ പ്രീ പ്ലാൻ ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പ്ലാൻ ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ മറ്റു പല കാര്യങ്ങളുമാണ്. ഞാൻ അതൊക്കെ ഓൾറെഡി ഇതിന്റെ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ല ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് എന്റെ പ്ലാനിങ്ങിലല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്, വ്യക്തമായി സംസാരിക്കുകയാണ്, നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിനകത്തുനിന്ന് നിങ്ങൾ പുറത്തു പോകാൻ ഇടയാകരുത്. എത്ര ഭൂമിയിൽ എത്ര വില കൊടുക്കേണ്ടി വന്നാലും, നിങ്ങളുടെ വീട് പോയാൽ നിങ്ങൾ ഭാരപ്പെടും, ബുദ്ധിമുട്ടും, വിഷമിക്കും. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഭയങ്കര നഷ്ടം ഉണ്ടായാൽ നിങ്ങൾ വിഷമിക്കാറുണ്ട്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നഷ്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി കരയും, എന്റെ 1 ലക്ഷം രൂപ പോയി. പക്ഷെ നിങ്ങൾ 1 ലക്ഷം രൂപ പോകുന്നതിനേക്കാൾ
വലിയ കാര്യമാണ്. അതിനേക്കാൾ നിങ്ങൾ ദുഃഖിക്കണം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം പോയാൽ. കാരണം നിന്റെ ജീവിതത്തെ തന്നെ തകർത്ത് കളയാൻ, നിന്റെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന കാര്യമാണത്. നിന്റെ ജീവിതത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യമാണ്. 1,00,000 രൂപ ഇന്ന് പോയാൽ നാളെ അധ്വാനിച്ചാൽ ഒരുപക്ഷെ അത് ഉണ്ടായി കിട്ടും, അല്ലെങ്കിൽ അതിനുള്ള വഴി ദൈവം തുറന്നു തരും. പക്ഷെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നീ പുറത്തു പോയാൽ എന്നേക്കും നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നീ കട്ട് ഓഫ് ആയി പോകും. നീ പിന്നെ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്നവനായി മാറും, ദൈവദാസന്മാർക്കെതിരായിട്ട് സംസാരിക്കുന്നവനായി മാറും, അഭിഷേകമുള്ളവനെതിരായിട്ട് സംസാരിക്കുന്നവനായി മാറും. നീ പിശാചിന്റെ കയ്യിലെ ഒരു ചട്ടുകമായി, അല്ലെങ്കിൽ പിശാചിന്റെ കയ്യിലെ ഒരു ആയുധമായി മാറും. പിശാച് നിന്നെ കയ്യിലെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. നിന്നിൽ കൂടെ പിശാച് സംസാരിക്കാൻ തുടങ്ങും. മറ്റുള്ളവർക്കെതിരായി, സഭയ്ക്കെതിരായിട്ട്, സഭയിൽ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങും. നിനക്ക് വളരെ ദേഷ്യം വരാൻ തുടങ്ങും. ചെറിയ കാര്യം കാണുമ്പോൾ തന്നെ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. സഭയിലെ സഹോദരന്മാരോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങും. അയൽവക്കത്തുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങും. ജീവിതത്തിനകത്ത് സമാധാനമില്ലാതെ വരും. കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ വരും. അങ്ങനെ നിന്നെ ഒന്നുമില്ലാത്തവനാക്കി തീർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഇഷ്ടം. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദാസിമാരെ, എല്ലാവരോടും ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന യാതൊരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒരു കാര്യവും. പരിശുദ്ധാത്മാവിനെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാമോ, പരിശുദ്ധാത്മാവിനെ എങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാമോ, എങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവിന് പ്രയോറിറ്റി കൊടുക്കാമോ, ആ രീതിയിലൊക്കെ നിങ്ങൾ കൊടുക്കണം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ദൈവത്തെക്കാൾ അധികം നാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം നമ്മള് ആരാധനയേക്കാൾ കൂടുതൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ജോലികൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന കാലമാണിത്. അല്ല പക്ഷെ വചനം പറയുന്നത്, നിങ്ങൾ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തിന്റെ ദാസന്മാരെ, ദാസിമാരെ, ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ നിങ്ങളോട് പറയാം, വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ നീഡ്സ് ഒക്കെ നടക്കുന്നത്, നിങ്ങളുടെ മക്കളുടെ ഭാവിയൊക്കെ നടന്നത് നിങ്ങൾക്ക് ജോലി ഉള്ളത് കൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ലൊരു സെറ്റിൽഡ് ആയിട്ടുള്ള ജോലിയുണ്ട്, നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ട്, കൃത്യമായ ശമ്പളം കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പോകുന്നതെന്നാണോ നിങ്ങളുടെ വിചാരം? അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല. നിങ്ങളെ നടത്തുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ടാണ്. എത്ര പേരെ എനിക്കറിയാം, എത്ര പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്, നല്ല ജോലി, നല്ല ഗവൺമെന്റ് സർവീസിൽ ജോലിയുണ്ട്, നല്ല ഫാമിലി, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, മകൻ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായെങ്കിൽ പോയില്ലേ, സകലം ദൂർത്തടിച്ചു പോയില്ലേ, ഒരു മകനേ ഉള്ളൂ, പിശാചിന് അടിമയായി പോയി, അവൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ സകലവും നഷ്ടപ്പെട്ടു പോയില്ലേ. അങ്ങനെ എത്രയൊക്കെ അനുഭവങ്ങൾ കൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിലുള്ള ശക്തി കൊണ്ടോ, നമ്മുടെ ജോലി കൊണ്ടോ, നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് കൊണ്ടോ അല്ല നമ്മുടെ ജീവിതം സ്മൂത്തായി പോകുന്നത്. നമുക്കൊരു ദൈവം ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കർത്താവിനാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിന് പ്രയോറിറ്റി കൊടുക്കണം. ജോലിക്കുള്ള പ്രയോറിറ്റി രണ്ടാമതേ വരാമുള്ളൂ. നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടാമതേ വരാവൂ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. ഈ ലോകത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ 80 അല്ലെങ്കിൽ 100 വയസ്സ് വരെ, അല്ലെങ്കിൽ 120 വയസ്സ് കൂട്ടിക്കോ, 120 വയസ്സ് അത്രയും വരെ ഞാൻ ഏറ്റവും നല്ല ഒരു പ്രായം ഞാൻ പറഞ്ഞത്, 120 വയസ്സൊന്ന് കൂട്ടിക്കോ. നിങ്ങൾക്ക് അത്രയും ദീർഘമായിട്ട് ആയുസ് ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാവ് ഞാൻ ബ്ലസ് ചെയ്യുക. 120 വയസ്സ് വരെ എന്ന് വിചാരിച്ചു. 120 വയസ്സ് വരെയുള്ള ജീവിതത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ഒരു ഇറ്റേണൽ ലൈഫ്, ഒരു നിത്യ ജീവിതം നമുക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതിന് നമ്മൾ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അതിന് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജീവിതത്തെ കളങ്കമില്ലാതെ നടത്തുവാൻ കഴിയുന്ന, നമ്മളെ നടത്താൻ ശക്തനായവൻ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വീണ്ടും നിങ്ങളോട് ആത്മാവിൽ പ്രബോധിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തൊരു വ്യക്തി ഈ വചനത്തെ കേൾക്കുന്നെങ്കിൽ, ഞാൻ യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. ഈ നിമിഷം തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരുവാൻ ഞാൻ ആത്മാവിൽ ഞാൻ ബ്ലസ് ചെയ്യുക.
നിങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ പരിശുദ്ധാത്മാവ് വ്യക്തിയെ സമൂലമായിട്ട് മാറ്റും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന വ്യക്തി പാപത്തിനകത്ത് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമയായ ഒരു വ്യക്തിയാണോ? ഞാൻ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കാം. നിങ്ങൾക്കൊരു പക്ഷേ അതിനകത്തൊന്ന് പുറത്തു വരുവാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷെ ഇന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് കൊടുത്തേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റുവാനിടയായി തീരും. ഒരുപക്ഷെ ജീവിതം മുഴുവൻ തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഞാൻ നിങ്ങളോട് പറയാം, ആത്മാവിൽ പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് വന്നാൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ജീവൻ ഉണ്ടാകാനിടയായി തീരും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനം ഉണ്ടാകാനിടയായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ ചൈതന്യം ഉണ്ടാകാനിടയായി തീരും. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്താൻ തുടങ്ങും. ഒരു ജയകരമായ ജീവിതം നടത്തുവാൻ ദൈവം നിങ്ങളെ ശക്തനാക്കി നിങ്ങൾ നടത്തുവാനിടയാവും. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരായി തീരുക. പരിശുദ്ധാത്മാവ് വന്നാൽ നിന്റെ ജീവിതത്തിൽ, അത് നമ്മൾ ആദ്യം കേട്ട ആ പാട്ട് പോലെ, നീ വന്നാൽ സൂழ்நிலை മാറിപ്പോകും. നിന്റെ ജീവിതത്തിനകത്തെ ശൂന്യതകൾ മുഴുവൻ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മാറിപ്പോകും. സഹോദര സഹോദരി, ജീവിതത്തിനകത്ത് നിങ്ങൾ അനുഭവിച്ച അനുഭവങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. അതെങ്ങനെ തരണം ചെയ്യണമെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ പ്രാപിച്ച്, നിങ്ങളൊരു പക്ഷെ അഭിഷേകം പ്രാപിച്ച വ്യക്തിയായിരിക്കും. ഒരു പ്രാവശ്യം അഭിഷേകം പ്രാപിച്ചെന്ന് വെച്ച് നിങ്ങൾ മടുത്തു പോകരുത്. വീണ്ടും വീണ്ടും അഭിഷേകത്തിന്റെ ശക്തിയെ പുതിയതായിട്ട് നിങ്ങൾ പ്രാപിക്കണം. അഭിഷേകത്തിന്റെ പുതിയ ശക്തിയെ നിങ്ങൾ പ്രാപിക്കണം. പുതിയ ഭാഷകൾ സംസാരിച്ചു തുടങ്ങണം. അന്യഭാഷ ചിലപ്പോൾ 1-2 വാക്കുകൾ, ചിലപ്പോൾ 5-8 വാക്കുകളായിരിക്കും നിങ്ങൾക്ക് ആദ്യം കിട്ടിയത്. ആ വാക്കുകൾ തന്നെ അന്യഭാഷ നിങ്ങൾ പറയുന്നവരാണോ? ആ വാക്കുകൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നവരാണോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക, ആ വാക്കുകൾ തന്നെ പറഞ്ഞിരിക്കാതെ വീണ്ടും പുതിയ ഭാഷകൾ, എന്നിൽ വിശ്വസിക്കുന്നവൻ പുതുഭാഷകൾ സംസാരിക്കണം, പുതിയ ഭാഷകൾ സംസാരിക്കണം. അന്യഭാഷകൾ, പുതിയ ഭാഷകൾ സംസാരിക്കണം. പുതിയ ഭാഷകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ എനിക്ക് പുതിയ ഭാഷകളെ വേണം, എനിക്ക് പുതിയ ഭാഷകളെ തരണമേ, എനിക്ക് ആത്മാവിൽ സംസാരിക്കണം, എനിക്ക് ജഡത്തിൽ ജീവിക്കണ്ട, എനിക്ക് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു നോക്കിക്കുകയും ജീവിതത്തിൽ എങ്ങനെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്ന് അറിയാത്തൊരു വ്യക്തിയാണോ നിങ്ങൾ? ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ക്ഷണിച്ചു നോക്കിക്കേ. പരിശുദ്ധാത്മാവിന് ഇമ്പോർട്ടൻസ് ഒന്ന് കൊടുത്തു നോക്കിക്കേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നത് കാണുവാൻ ഇടയായിത്തീരും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇപ്പോൾ തന്നെ ഈ രാവിലെ സമയത്ത്, പരിശുദ്ധാത്മാവേ ഐ ലവ് യു ഹോളി സ്പിരിറ്റ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം വേണ്ട, എന്നെ നന്നായി നടത്തണമേ, എനിക്ക് തിരുവചനം വായിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ സത്യങ്ങളെ എനിക്ക് മനസ്സിലാക്കി തരണമേ, അതിന്റെ സത്യത്തിൽ എന്നെ വഴി നടത്തണമേ, പാപത്തിലുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കുവാൻ ഇടയാകരുതേ, അവിടുന്ന് എന്നെ നടത്തണമേ, ജഡത്തിന്റെ അഭിലാഷം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ, ആത്മാവിൽ എന്നെ നടത്തണമേ എന്ന് നിങ്ങളൊന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു നോക്കിക്കേ. പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ഇടയായിത്തീരും. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നുള്ള സമയത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവ് കേൾക്കപ്പെട്ട സകല വ്യക്തികളെയും ദൈവത്തിന്റെ കരത്തിൽ തരുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം അവർ കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഇടപെടണമേ. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിനകത്ത് ഇറങ്ങിച്ചെല്ലണമേ. ഏതെങ്കിലും ഭവനം ശൂന്യതയിലോ തകർച്ചയിലോ ഇരിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് ആത്മാവിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ആ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെന്ന് ആ കുടുംബത്തിനകത്തെ ശൂന്യതകളെ എടുത്ത് മാറ്റട്ടെ, തകർച്ചകളെ മാറ്റട്ടെ, പല ഭവനങ്ങളും പണിയപ്പെടട്ടെ, എല്ലാ ഇരുട്ടുകളും മാറട്ടെ, എല്ലാ അന്ധകാരങ്ങളും മാറട്ടെ. കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയത്തിന്റെ നിഴലിലായിരിക്കുന്ന വ്യക്തികളെ യേശുവിൻ നാമത്തിൽ ഞാൻ ആത്മാവിൽ ഞാൻ കൽപ്പിക്കുന്നു. എല്ലാ ഭയങ്ങളെ ഞാൻ ചവിട്ടി പുറത്താക്കുന്നു. പ്രാണഭയങ്ങളെ, മരിച്ചു പോകുമോ മരണഭയത്തെ, ഇങ്ങനെയുള്ള ഭയങ്ങളെ യേശുവിൻ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗികളായി ഭാരപ്പെടുന്നവർ ഈ മെസ്സേജ് കേൾക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ യേശുവിൻ നാമത്തിൽ ഞാൻ കമാൻഡ് ചെയ്യുന്നു, ഞാൻ കൽപ്പിക്കുന്നു. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ. ആത്മാവിൽ ഈ കുടുംബങ്ങളെല്ലാം ബ്ലസ് ചെയ്യുന്നു, ഇവരുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ കർത്താവ്, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, സകല നന്മകളും കൊണ്ട് എല്ലാവരും നിറയ്ക്കണമേ. അവിടുത്തെ കരം ഞങ്ങൾക്ക് അനുകൂലമായി തീരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതത്തിന്റെ കരം ഞങ്ങളോട് കൂടി ഇരുന്നാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇത് അനുഗ്രഹമായി തീരേണ്ടതിന് നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതൊരു വിടുതലായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതുപോലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. എന്നും പ്രഭാതത്തിൽ 6:30 മണിയാകുമ്പോൾ ഇതുപോലെയുള്ള ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ചില അനുഭവ സാക്ഷ്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 ആകുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ ഇൻ ജീസസ് നെയിം.